സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ നിത്യചൈതന്യയുടെ പാഠഭാഗത്തിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കാനായിട്ട് ടാക്സിക്കാർ അദ്ദേഹത്തിനുണ്ടായ അനുഭവത്തിൽ നിന്നും അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോഴെന്താണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ആദ്യത്തെ എപ്പിസോഡിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം സഹപാഠിയുമായിട്ട് യാത്ര ചെയ്തു പോകുന്ന സമയത്ത് എന്താണ്, ഒരു ടാക്സിയിൽ യാത്ര ചെയ്തു പോകുന്ന സമയത്ത് കർത്താർ സിംഗ് എന്ന് പറയുന്ന ഒരു സിഖുകാരൻ, ഒരു പഞ്ചാബി ഡ്രൈവർ അല്ലേ, എന്താണ് ജർമ്മൻ തത്വചിന്തകൻ്റെ ഒരു ഉദ്ധരണി, നൈതിക തത്വങ്ങളെ കുറിച്ചുള്ള ഒരു ഉദ്ധരണി ശരിയായിട്ട് രീതിയിൽ ഇദ്ദേഹത്തിന് പറഞ്ഞു കേൾക്കുകയും അങ്ങനെ ഒരു ആത്മബന്ധം അവിടെ ഉടലെടുക്കുകയും ചെയ്തു അല്ലേ. അതുപോലെ രണ്ടാമതുള്ള ഒരു സംഭവത്തിലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് തുടങ്ങുകയായിരുന്നു. എന്തായിരുന്നു അത്? അദ്ദേഹം നമ്മളുടെ നിത്യചൈതന്യയിൽ എന്താണ്, കൽക്കട്ടയിലേക്കുള്ള യാത്രയിൽ കൽക്കട്ടയിലേക്ക് പോകുന്ന വഴിക്ക് എന്ത് സംഭവിച്ചു? ട്രെയിൻ വാരണാസിയിൽ വെച്ച് അദ്ദേഹത്തിന് നഷ്ടമായി. അദ്ദേഹം ചില്ലറ മാറാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത്, ഒരു ബുക്ക് വാങ്ങിയ സമയത്ത് ആ ട്രെയിൻ എന്ത് ചെയ്തു? ഒരു അലാറം പോലും ഇല്ലാതെ ട്രെയിൻ അങ്ങ് ഓടിപ്പോയി. അപ്പോൾ അദ്ദേഹത്തിന് ട്രെയിൻ മിസ്സാവുകയാണ് ചെയ്തത്. അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു? സ്റ്റേഷൻ മാസ്റ്ററെയൊക്കെ സമീപിച്ച് കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടൊന്നും അത് വ്യക്തമായില്ല. അതിനുശേഷം എന്ത് ചെയ്തു? നേരെ പുറത്തിറങ്ങിയിട്ട് ഒരു ടാക്സി വിളിക്കുകയാണ്. ഒരു ടാക്സി വിളിച്ചിട്ട് നേരെ ആ ട്രെയിനിൻ്റെ പുറയിൽ പെട്ടെന്ന് എത്താൻ പറയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ടാക്സി ഡ്രൈവർ വളരെ വിനീതനായിട്ട് എന്താണ് പറഞ്ഞത്? അത് ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ് ആണ് സാർ, അതിന് മണിക്കൂറിൽ 80 മൈൽ വേഗതയുണ്ട് അല്ലേ. 80 മൈൽ വേഗതയുണ്ട്. ഈ കാറിനാണെങ്കിലോ 50 മൈലിനപ്പുറം പോകാൻ വേണ്ടി സാധിക്കില്ല. പിന്നീട് എന്താണെന്ന് പറഞ്ഞത്? നമ്മൾ റെയിൽവേ സ്റ്റേഷൻ, അടുത്ത സ്റ്റേഷൻ ഇവിടെ നിന്നും 70 മൈൽ ദൂരമുണ്ട്. അപ്പോഴെന്താണ്, നമുക്ക് ആ ട്രെയിൻ പിടിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോഴത്തേക്ക് അദ്ദേഹം എന്താണ്, നമ്മുടെ നിത്യചൈതന്യത്തിൽ ആ ഒരു നിസ്സഹായതയുടെ ആഴത്തിലേക്ക് വഴുതി വീഴുന്നത് പോലെ തോന്നി അല്ലേ. ബാക്കി നോക്കിക്കേ. ഏതായാലും അടുത്ത സ്റ്റേഷൻ വരെ കാറ് പോകട്ടെ എന്നായി. എന്തായാലും കാറിൽ കയറി കാർ വിട്ടു തുടങ്ങി. എന്തായാലും അടുത്ത സ്റ്റേഷൻ വരെ നമുക്ക് കാറ് പോകട്ടെ എന്നായി. പാവം ഡ്രൈവർ ദയനീയമായി പറഞ്ഞു, അങ്ങൊരു മഹാത്മാവ്, ഞാനൊരു പാവപ്പെട്ട ഭക്തൻ. ഞാൻ ഒരിക്കലും അനുസരണക്കേട് കാണിക്കുകയില്ല. ഏതോ കള്ളനെ പിടിക്കാൻ പോകുന്ന പോലീസുകാരനെ പോലെ അടുത്ത സ്റ്റേഷനിലാക്കി ടാക്സി ഓടുകയാണ്. 2 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ നിർദ്ദിഷ്ട സ്റ്റേഷനിൽ എത്തി. അപ്പോഴെന്താണ്, എന്തായാലും നമുക്ക് അടുത്ത സ്റ്റേഷൻ വരെ ആ കാറിൽ പോകാമെന്ന് ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോഴെന്താണ്, ആ പാവൻ ടാക്സി ഡ്രൈവർ എന്താണ് പറഞ്ഞത്? അദ്ദേഹം ദയനീയമായി പറഞ്ഞു, അങ്ങൊരു മഹാത്മാവ്, ഒരു വളരെ മഹത്തായിട്ടുള്ളൊരു വ്യക്തിയാണ് അങ്ങ് മഹാത്മാവ്. ഞാൻ ഒരു പാവപ്പെട്ട ഭക്തൻ, അങ്ങയുടെ ഒരു ഭക്തനാണ്, ഒരു പാവപ്പെട്ട ഭക്തനാണ് ഞാൻ ഒരിക്കലും അനുസരണക്കേട് കാണിക്കുകയില്ല. ഏതോ കള്ളനെ പിടിക്കാൻ പോകുന്ന പോലീസുകാരനെ പോലെ. ഇപ്പോഴെന്തോ കള്ളനെ പിടിക്കാൻ പോവുകയാണ്. ആ കള്ളൻ അനങ്ങാതെ പൊക്കളതല്ലേ ആ ട്രെയിൻ, ആ തീവണ്ടി അനങ്ങാതെ പോയതല്ലേ. അപ്പോഴൊരു കള്ളനെ പിടിക്കുന്നത് പോലെ തന്നെ എന്താണ്, കള്ളനെ പിടിക്കാൻ പോലീസ് പോകുന്നത് പോലീസുകാരനെ പോലെ അടുത്ത സ്റ്റേഷൻ ലാക്കാക്കുക എന്ന് വെച്ചാൽ ലക്ഷ്യമാക്കുക. ലാക്കാക്കുക എന്ന് പറഞ്ഞിട്ട് ലക്ഷ്യമാക്കുക. നോക്കിയ മക്കളെ, സ്റ്റേഷൻ ലാക്കാക്കി ടാക്സി ഓടുകയാണ്. 2 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ നിർദ്ദിഷ്ട സ്റ്റേഷനിലെത്തി. 2 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ ദൂരത്തെ കാറിന് യാത്രയുണ്ടായിരുന്നു. നിർദ്ദിഷ്ടം എന്ന് വെച്ചാൽ ആ ഉദ്ദേശിക്കപ്പെടുന്ന സ്റ്റേഷനിൽ എത്തി. ഓക്കെ കുഞ്ഞുങ്ങളെ, അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിച്ചേ. ആത്മരോദനത്തിന്റെ വിതുമ്പലുകൾ ആവുന്നത്രയും അതിശയോക്തി കലർത്തി ആ സ്റ്റേഷനിലെ മാസ്റ്ററോട് ഞാൻ എൻ്റെ സങ്കടം ഉണർത്തിച്ചു. എന്താണ് ആത്മരോദനത്തിന്റെ എൻ്റെ സങ്കടം, എൻ്റെ ഉള്ളിലുള്ള സങ്കടം, ആത്മരോദനം. ആത്മരോദനത്തിന്റെ വിതുമ്പലുകൾ ആവുന്നത്രയും അതിശയോക്തി കലർത്തി. ആവുന്നതിൻ്റെ അത്രയും അതിശയോക്തി സാറേ എൻ്റെ നഷ്ടപ്പെട്ടു പോയി, ട്രെയിനകത്തായി പോയി, അങ്ങനെ നമ്മൾ പറയത്തില്ലേ, പാരാതിരം പറയത്തില്ലേ, അതുപോലെ
അതുപോലെ പറയുന്നതാണ്, ആവുന്നത്രയും അതിശയോക്തി കലർത്തി ആ സ്റ്റേഷനിലെ മാസ്റ്ററോട് ഞാൻ എൻ്റെ സങ്കടം ഉണർത്തിച്ചു. അവിടെ നിന്ന് ആ സങ്കടങ്ങളെല്ലാം ആ സ്റ്റേഷൻ മാസ്റ്ററോട് ഉണർത്തിച്ചു. അദ്ദേഹം എന്തോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് അതിനപ്പുറത്തുള്ള സ്റ്റേഷൻ മാസ്റ്ററോട് വേഗം ടെലിഫോണിൽ ബന്ധം സ്ഥാപിച്ചു. അപ്പോഴെന്തായിരുന്നു, അദ്ദേഹം എന്തോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് അപ്പോഴിങ്ങനെ ഇരുന്ന് പെട്ടെന്ന് ഈ ആലോചിച്ച് കണക്ക് കൂട്ടിയാണ്. അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് എന്ത് ചെയ്തു, അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെയും അപ്പുറത്തുള്ള സ്റ്റേഷനിലേക്ക്, ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ അവർ നിൽക്കുകയല്ലേ, ആദ്യത്തെ സ്റ്റേഷനിൽ ട്രെയിൻ മിസ്സായ സ്റ്റേഷൻ കഴിഞ്ഞു, എന്നിട്ട് ഇപ്പോൾ അടുത്ത സ്റ്റേഷനിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോഴേക്കും ട്രെയിൻ അവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു, പോയി കഴിഞ്ഞു. എന്നിട്ട് ഇവരവിടെ വന്നിട്ട് ആ സ്റ്റേഷൻ മാസ്റ്റർ അത് കഴിഞ്ഞിട്ട് ആ ട്രെയിൻ ചെല്ലുന്ന സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. കണ്ടോ, അതിനപ്പുറത്തുള്ള സ്റ്റേഷൻ മാസ്റ്ററോട് വേഗം ടെലിഫോണിൽ ബന്ധം സ്ഥാപിച്ചു. ആ സമയത്ത് കൽക്കട്ടയിൽ നിന്ന് വന്ന എക്സ്പ്രസ് വാരണാസിയിൽ നിന്നുള്ള 3ാമത്തെ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ എത്തിയിരുന്നു. അപ്പോഴെന്താണ്, ആ സമയത്ത് എന്ത് ചെയ്തു, ആ സമയത്താണ് വാരണാസിയിൽ നിന്നും തിരിച്ചിങ്ങോട്ട് വരുന്നത്. വാരണാസിയിൽ നിന്നുള്ള 3ാമത്തെ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ എത്തിയിരുന്നു. അപ്പോൾ കൽക്കട്ടയിൽ വന്ന എക്സ്പ്രസ് വാരണാസിയിൽ നിന്നുള്ള 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയിരുന്നു. എൻ്റെ കമ്പാർട്ട്മെൻറ്റിൻ്റെയും സൂട്ട്കേസിൻ്റെയും കിടക്കയുടെയും ഷോൾഡർ ബാഗിൻ്റെയും വിവരങ്ങൾ ഞാൻ സ്റ്റേഷൻ മാസ്റ്ററോട് പറഞ്ഞു. അപ്പോഴെന്താണ്, ആ കമ്പാർട്ട്മെൻറ്റ്, അദ്ദേഹത്തിൽ ഇരുന്ന ആ ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെയും ആ സൂട്ട് കേസിൻ്റെയും കിടക്കയുടെയും ഷോൾഡർ ബാഗിൻ്റെയും വിവരങ്ങൾ ഞാൻ സ്റ്റേഷൻ മാസ്റ്ററോട് പറഞ്ഞു. അതെല്ലാം മാസ്റ്റർ അടുത്ത സ്റ്റേഷനിലെ മേധാവിയെ അറിയിച്ചു. അതെല്ലാം ആ സ്റ്റേഷൻ മാസ്റ്റർ ഫോൺ വിളിച്ച് അടുത്ത സ്റ്റേഷനിലെ മേധാവിയെ അറിയിച്ചു. അവിടെ നിന്ന് എനിക്കൊരു നിർദ്ദേശം കിട്ടി. അവിടെ നിന്നിട്ട് അദ്ദേഹത്തിനൊരു നിർദ്ദേശം കിട്ടി, ഞാൻ ആ സ്റ്റേഷനിൽ തന്നെ കാത്തിരിക്കുക. എൻ്റെ സാധനങ്ങൾ കൽക്കട്ടയിലേക്ക് പോകുന്ന ഒരു വണ്ടിയിൽ ഉടൻ തന്നെ കയറ്റി അയക്കുന്നുണ്ട്. 2 മണിക്കൂറോളം കാത്തിരുന്നാൽ അത് അവിടെ എത്തും. നല്ലൊരു വിവരമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. എന്താണ് അതിൽ നിന്നും വിവരം, എന്താണ്, അവിടെ നിന്ന് ആ സാധനങ്ങളെല്ലാം കൂടി വീണ്ടും എന്താണ് ഈ കൽക്കട്ടയിലേക്ക് തിരിക്കുന്ന ഒരു ട്രെയിനകത്ത് കയറ്റി വിടുന്നുണ്ട്. ഒരു 2 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം അവർക്ക് തിരിച്ചു കിട്ടും. വാരണാസിയിൽ നിന്നും 70 മൈൽ ടാക്സി ഓടിച്ച് എന്നെ കൊണ്ടുവന്ന ഡ്രൈവറെ എങ്ങനെ തൃപ്തനാക്കി അയക്കും? ഞാൻ വിഷമിച്ചു നിൽക്കുന്നത് കണ്ട് ഡ്രൈവർ എൻ്റെ അടുത്ത് വന്നു. മഹാത്മജി, അങ്ങ് ഒട്ടും വിഷമിക്കരുത്. ഞാൻ അങ്ങയുടെ സേവയ്ക്കായി വന്നതാണ്. എൻ്റെ സ്വന്തം കുട്ടിയായി കരുതുക. മറ്റേ വണ്ടി വന്നിട്ട് സാധനങ്ങളെല്ലാം ഏറ്റുവാങ്ങി ഡൽഹിയിലേക്കുള്ള വണ്ടിയിൽ കയറ്റി അയച്ചിട്ടേ ഞാൻ പോകുകയുള്ളൂ. ജീവിതത്തിൽ ആപത്ത് ആർക്കും ഉണ്ടാവും. ആ ആപത്തിൽ അന്യോന്യം തുണയ്ക്കാനാണ് ദൈവം മനുഷ്യന് വിവേകം കൊടുത്തിരിക്കുന്നത്. അപ്പോഴെന്താണ് ഇദ്ദേഹം ഇവിടെ നിന്ന് ചിന്തിക്കുകയാണ്, അവിടെ നിന്ന് ചിന്തിക്കുകയാണ്, എന്താണ് കയ്യിൽ കുറച്ച് തുച്ഛമായിട്ടുള്ള പൈസ മാത്രമേ ഉള്ളൂ. അപ്പോഴെന്താണ്, വാരണാസിയിൽ നിന്നും 70 മൈൽ ടാക്സി ഓടിച്ച് എന്നെ കൊണ്ടുവന്ന ഡ്രൈവറെ എങ്ങനെ തൃപ്തനാക്കി അയക്കാൻ പറ്റും? വാരണാസിയിൽ നിന്നും 70 മൈൽ, അതായത് ഏകദേശം നമ്മളുടെ ഒരു 100 കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് വന്നിരിക്കുകയാണ്. അങ്ങനെ വന്നിരിക്കുന്ന ഡ്രൈവറെ എങ്ങനെ തൃപ്തനാക്കി അയക്കും? ഞാൻ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ഡ്രൈവർ എൻ്റെ അടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതെല്ലാം ഓർത്ത് ഞാൻ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഡ്രൈവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. എങ്ങനെയാണ് പറഞ്ഞത്? മഹാത്മജി, അങ്ങ് ഒട്ടും വിഷമിക്കരുത്. ഞാൻ അങ്ങയുടെ സേവയ്ക്കായി വന്നവരാണ്. എൻ്റെ സ്വന്തം കുട്ടിയെന്ന് കരുതുക. മറ്റേ വണ്ടി വന്നിട്ട് സാധനങ്ങളെല്ലാം ഏറ്റുവാങ്ങി ഡൽഹിയിലേക്കുള്ള വണ്ടിയിൽ കയറ്റി അയച്ചിട്ടേ ഞാൻ പോവുകയുള്ളൂ. ജീവിതത്തിൽ ആപത്ത് ആർക്കും ഉണ്ടാവും. ജീവിതത്തിലൊരാപത്ത് ആർക്കും ഉണ്ടാകും. ഇദ്ദേഹത്തിൻ്റെ ആപത്ത് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു സെക്കൻഡ് എന്ന് വേണേൽ പറഞ്ഞൂടെ, ഒരു സെക്കൻഡിനകം ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ കാര്യമൊന്നുമല്ല, നമുക്ക് ഏതൊരു ആപത്ത് സംഭവിക്കുന്നതും ഏതൊരു സന്തോഷം കൈവരുന്നതും ഇങ്ങനെയാണ്. ഒരു നിമിഷം മതി എല്ലാം മാറി മറിയാൻ, അല്ലേ? അദ്ദേഹം തന്നെ ആ ഒരു നിമിഷം അദ്ദേഹത്തിന് ചില്ലറ ഇല്ലാതിരുന്നിട്ടല്ലേ അദ്ദേഹം ഇറങ്ങി ഒരു ബുക്ക് വാങ്ങാൻ വേണ്ടി, ചില്ലറ കിട്ടാൻ വേണ്ടി. ആ ഒരു നിമിഷമല്ലേ വണ്ടി പോയത്. അപ്പോൾ എന്തെല്ലാം അതിൻ്റെ പേരിലൊരു വിഷമങ്ങൾ അദ്ദേഹം അനുഭവിച്ചെന്ന് ആലോചിച്ച് നോക്കിയേ, അത് നോക്കിക്കേ. അപ്പോഴെന്താണ് അത് ഡ്രൈവർ എന്താണെന്ന്, മറ്റേ വണ്ടി വന്നിട്ട് സാധനങ്ങളെല്ലാം ഏറ്റുവാങ്ങി ഡൽഹിയിലേക്കുള്ള വണ്ടിയിൽ കയറ്റി അയച്ചിട്ടേ ഞാൻ പോവുകയുള്ളൂ. ജീവിതത്തിൽ ആപത്ത് ആർക്കും ഉണ്ടാകും. ജീവിതത്തിൽ ആപത്ത് ആർക്കും ഉണ്ടാകും. ആപത്തിൽ അന്യോന്യം തുണയ്ക്കാനാണ് ദൈവം മനുഷ്യന് വിവേകം കൊടുത്തിരിക്കുന്നത്. എന്താണ്, ഒരു ആപത്ത് വരുമ്പോൾ ആ ആപത്തിൽ അന്യോന്യം സഹായിക്കാൻ, തുണയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായിക്കുകയാണ്, തുണയ്ക്കുക. തുണയ്ക്കുക എന്ന് വെച്ചാൽ സഹായിക്കുക. തുണയ്ക്കുക എന്ന് വെച്ചാൽ സഹായിക്കുക. ജീവിതത്തിൽ
അന്യോന്യം തുണയ്ക്കാനാണ് ദൈവം മനുഷ്യന് വിവേകം കൊടുത്തിരിക്കുന്നത്. ദൈവം മനുഷ്യർക്ക് വിവേകം കൊടുത്തിരിക്കുന്നത് ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വിവേകം കൊടുത്തിരിക്കുന്നത്. എനിക്ക് ആ സമയത്ത് ഒരേ ഒരു ആശ്രയം ആ ഡ്രൈവർ മാത്രമായിരുന്നു. എനിക്കെന്താണ് ആ ഒരു സമയത്ത് എൻ്റെ ഒരു ആശ്രയം എന്ന് പറയുന്നത് എന്താണ്? ഈ ഡ്രൈവർ മാത്രമായിരുന്നു. ഏതായാലും 2 മണിക്കൂർ കാത്തു നിന്നേ നിവർത്തിയുള്ളൂ. എന്തായാലും 2 മണിക്കൂർ അവിടെ കാത്തു നിന്നിട്ടേ നിവർത്തിയുള്ളൂ. ചായ കുടിച്ച് സ്വസ്ഥമായി ഇരിക്കാമെന്ന് പറഞ്ഞ ഡ്രൈവർ എന്നെ റെയിൽവേ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി. എന്താണെങ്കിലും 2 മണിക്കൂർ അവിടെ ചിലവഴിച്ച് പറ്റി. ഏകദേശം 2 മണിക്കൂർ എടുത്തിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇവരെത്തിയിരിക്കുന്നത്. വീണ്ടും ഒരു 2 മണിക്കൂർ കാത്തിരുന്നെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ തിരിച്ച് കിട്ടുകയുള്ളൂ. അപ്പോഴെന്താണ് ആ ഒരു സമയം എന്തായാലും 2 മണിക്കൂർ കാത്തു നിന്നേ നിവർത്തിയുള്ളൂ. ചായ കുടിച്ച് സ്വസ്ഥമായി ഇരിക്കാമെന്ന് പറഞ്ഞ ഡ്രൈവർ എന്നെ റെയിൽവേ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി. ചായ കുടിച്ചിട്ട് സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ എന്ത് ചെയ്ത് റെയിൽവേ റെസ്റ്റോറൻറ്റ് എന്താണോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? റെസ്റ്റോറൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനും ഒക്കെ പറ്റിയ സ്ഥലം. അതായത് ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല. ഹോട്ടൽ എന്ന് പറയുന്നത് ഹോട്ടലും റെസ്റ്റോറൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ? ഹോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂം എടുത്ത് അവിടെ താമസിക്കുകയും കൂടെ ചെയ്യാനുള്ള സൗകര്യങ്ങളുള്ളതിനാണ് നമ്മൾ ഹോട്ടൽ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് 2 ദിവസം തങ്ങണം. അങ്ങനെ തങ്ങുന്നത് എവിടെയാണ്? ഹോട്ടലിലാണ്. റെസ്റ്റോറൻറ്റിൽ തങ്ങാൻ പറ്റത്തില്ല. നമുക്ക് കഴിക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ആഹാരം കഴിക്കാനാണെങ്കിൽ 2 നേരമാണെങ്കിലും 3 നേരമാണെങ്കിലും 5 നേരമാണെങ്കിലും നമുക്ക് അവിടെ കയറി ഭക്ഷണം കഴിക്കാൻ പറ്റും. നമുക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം ഇല്ല. അതേസമയം ഹോട്ടലാണെങ്കിൽ നമുക്ക് ആഹാരം കഴിക്കുകയും ചെയ്യാം, നമുക്കവിടെ താമസിക്കുകയും ചെയ്യാം. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായല്ലോ? അപ്പോഴെന്താണ് അവർ ഇവിടെ പോയി ചായ കുടിച്ച് സ്വസ്ഥമായി ഇരിക്കാം എന്ന് പറഞ്ഞ ഡ്രൈവർ റെയിൽവേ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി. എൻ്റെ കൈവശമുള്ള പണം അപ്പോൾ കൊടുക്കാം, ബാക്കി ടാക്സി ചെല്ലേണ്ടത് ഡൽഹിയിൽ നിന്ന് അയച്ചു കൊടുക്കാം, ബാക്കി ടാക്സിക്ക് ഡൽഹി ചെന്നിട്ട് അയച്ചു കൊടുക്കാം എന്നൊക്കെ പറയാൻ ഞാൻ മനസ്സിലെ പല പ്രാവശ്യം വാചകത്തിന് രൂപം കൊടുത്തു. എന്നാൽ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഒരു ജീവച്ഛവം പോലെ ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ കസേരയിലിരുന്നു. അപ്പോഴെന്താണ് അദ്ദേഹം എന്താണ് പറയുന്നത്? എനിക്ക് ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ആശ്രയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഒരു ആശ്രയം മാത്രമേ ആ ഡ്രൈവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആരാണ് ഡ്രൈവർ? ആ ഒരു ആശ്രയമായിട്ട് അദ്ദേഹം മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും 2 മണിക്കൂർ കാത്തിരുന്നേ നിവർത്തിയുള്ളൂ. എന്തായാലും 2 മണിക്കൂർ അവിടെ കാത്തു നിന്നിട്ടേ നിവർത്തിയുള്ളൂ. ചായ കുടിച്ച് സ്വസ്ഥമായി ഇരിക്കാം എന്ന് പറഞ്ഞ ഡ്രൈവർ എന്നെ റെയിൽവേ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി. എന്തായാലും ചായ കുടിച്ചിട്ട് നമുക്ക് ഒന്ന് റെസ്റ്റ് കഴിക്കാം, ഫ്രീ ആയിട്ട് സമാധാനമായിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഡ്രൈവർ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ആ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി. എൻ്റെ കൈവശമുള്ള പണം അപ്പോൾ കൊടുക്കാം. അപ്പോഴെന്താണ് എൻ്റെ കയ്യിലുള്ള പണം അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാം. ബാക്കി ടാക്സിക്ക് ചെല്ലേണ്ടതാണ്. ബാക്കി എത്രയാണ് ടാക്സി കൂലി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡൽഹിയിൽ നിന്ന് അയച്ചു കൊടുക്കാം. ഞാൻ ഡൽഹിയിൽ ചെന്നിട്ട് ഈ പൈസ അയച്ചു കൊടുക്കാം എന്നൊക്കെ പറയാൻ ഞാൻ പല പ്രാവശ്യം വാചകത്തിന് രൂപം കൊടുത്ത് ഇദ്ദേഹത്തിനോട് എങ്ങനെ പറയും? എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്ര പൈസയേ ഉള്ളൂ എന്നുള്ള കാര്യം ആ ടാക്സി ഡ്രൈവർക്ക് അറിയത്തില്ല. അപ്പോഴത്തേന് എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, ബാക്കി ഞാൻ ഡൽഹിയിൽ ചെന്നതിന് ശേഷം അയച്ചു തരാം. ഇങ്ങനെ ഒരു ടാക്സി യാത്ര വരുമെന്ന് അദ്ദേഹത്തിൻ്റെ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ടാക്സി യാത്ര വരുമെന്ന കാര്യം ചിന്തിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം ട്രെയിനിൽ കയറി നേരെ പോവുകയാണ്, ട്രെയിനിൽ തിരിച്ചു വരും, അതിനുള്ള ചിലവേ ആകുള്ളൂ എന്നും കണക്ക് കൂട്ടിയിരിക്കുകയാണ്. അന്നേരമാണ് ഒരു എക്സ്ട്രാ ചിലവ് ഇല്ലേ? അപ്പോഴെന്താണെന്ന് ഇങ്ങനെ മനസ്സിൽ പൈസ ബാക്കി പിന്നീട് അയച്ചു കൊടുക്കാം, അക്കൗണ്ട് നമ്പറൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നതൊക്കെ എങ്ങനെ പറയാതിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം ഇങ്ങനെ കണക്ക് കൂട്ടിയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. എന്നൊക്കെ പറയാൻ ഞാൻ മനസ്സിൽ പല പ്രാവശ്യം വാചകത്തിന് രൂപം കൊടുത്തു. എന്നാൽ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഒരു ജീവച്ഛവം പോലെ ഞാൻ റെസ്റ്റോറൻറ്റിലെ കസേരയിലിരുന്നു. ഒരു ജീവച്ഛവം പോലെ ഞാൻ ആ ഒരു റെസ്റ്റോറൻറ്റിലെ കസേരയിലിരുന്നു. ജീവച്ഛവം എന്ന് വെച്ചാൽ എന്താണ്? ജീവനുണ്ട്, പക്ഷെ ശവം പോയിരിക്കും. എന്ന് വെച്ചാൽ ആകെക്കൂടി നിരാശനായി. എന്ത് ചെയ്യും? കയ്യിലെ പൈസയും ഇല്ല, എന്ത് ചെയ്യുന്നുള്ളൊരു വല്ലാത്തൊരു അവസ്ഥയിൽപ്പെട്ടിരിക്കുകയാണ്. ജീവനുള്ള ശവത്തിനെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. ശവം ഒരേപോലെ കിടക്കുകയല്ലേ. അപ്പോഴെന്താണ് ജീവനുള്ള ശവം എന്ന് വെച്ചാൽ ജീവനുണ്ടെന്നേ ഉള്ളൂ വ്യത്യാസം, ബാക്കിയെല്ലാം ശവം പോലെ തന്നെ. ഓക്കെ മക്കളെ, ബാക്കി ശ്രദ്ധിച്ചേ. അവസാനം വണ്ടി വന്നു.
ഒരാൾ എൻ്റെ സാധനങ്ങളെല്ലാം വണ്ടിയുടെ പുറത്തേക്ക് ഭദ്രമായി എടുത്തു വയ്ക്കുന്നു. അവസാനം എന്ത് ചെയ്തു? അവസാനം വണ്ടി വന്നു, ആ ട്രെയിൻ വന്നു. അപ്പോഴെന്താണ്? ഒരാൾ എൻ്റെ സാധനങ്ങളെല്ലാം വണ്ടിയുടെ പുറത്തേക്ക് ഭദ്രമായി എടുത്തു വയ്ക്കുന്നു. ഒരാൾ സാധനങ്ങളെല്ലാം ഭദ്രമായിട്ട് എടുത്തു വയ്ക്കുന്നു. എന്തൊരത്ഭുതം! എനിക്ക് ഊണ് തന്ന വെയിറ്ററാണ്. അതാരാണ് എടുത്തു വെക്കുന്നത്? ഒരത്ഭുതം തന്നെ. എനിക്ക് ഊണ് തന്ന വെയിറ്ററാണത്. ആ വെയിറ്ററാണ്. നിധി കാക്കുന്ന ഭൂതത്തെ പോലെ എനിക്ക് തീവണ്ടിയിൽ നഷ്ടപ്പെട്ടത് മനസ്സിലാക്കി അയാൾ എൻ്റെ കിടക്കയും സാധനങ്ങളും സൂക്ഷിച്ച് ആ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുമ്പോഴാണ് ഗാർഡ് ആ കമ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ച് എൻ്റെ സാധനം അടുത്ത വണ്ടിയിൽ തിരിച്ചയക്കണമെന്ന് നിർദ്ദേശവുമായി ചെല്ലുന്നത്. കണ്ടോ? എന്താണ് കണ്ടോ? ഒരു ദൈവത്തിൻ്റെ ഒരു കളികളെ നോക്കിയേ. അപ്പോഴെന്താണ്? ആ ഊണ് തന്ന വെയിറ്റർക്ക് മനസ്സിലായി ഇദ്ദേഹം ആ ട്രെയിനിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് അദ്ദേഹത്തിന് തിരിച്ച് കയറാൻ പറ്റിയില്ല. ആ തീവണ്ടി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടുവെന്ന് വെയിറ്റർക്ക് മനസ്സിലായി. അപ്പോഴെന്ത്? നിധി കാക്കുന്ന ഭൂതത്തെ പോലെ, വേറെ ആരും എടുത്തുകൊണ്ട് പോകാതെ ആ സാധനങ്ങളൊന്നും എടുക്കാതെ നിധി കാക്കുന്ന ഭൂതം. നമുക്ക് പൊതുവേ നിധികൾ കാത്തു വെക്കുന്നത് ഭൂതമാണെന്നാണ് പറയുന്നത്. നിധി കാക്കുന്ന ഭൂതം കണ്ടോ? അങ്ങനെ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ എനിക്ക് തീവണ്ടി നഷ്ടപ്പെട്ടത് മനസ്സിലാക്കി എൻ്റെ സാധനങ്ങളും എൻ്റെ കിടക്കയും സാധനങ്ങളും സൂക്ഷിച്ച് ആ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുമ്പോഴാണ് ഗാർഡ് ആ നിർദ്ദേശവുമായി ചെല്ലുന്നത്. എൻ്റെ സാധനങ്ങളെല്ലാം സൂക്ഷിച്ച് ആ കമ്പാർട്ട്മെൻറ്റിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ആ വെയിറ്റർ എല്ലാം സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗാർഡ് എന്ത് ചെയ്യുന്നത്? ആ സാധനങ്ങൾ തിരിച്ചെത്തിക്കണമെന്നുള്ള നിർദ്ദേശവുമായിട്ട് ചെല്ലുന്നത്. അപ്പോൾ എനിക്ക് ഊണ് തന്ന വെയിറ്റർ ഞാനത് അടുത്ത സ്റ്റേഷനിൽ കാത്തിരിക്കുന്ന വിവരം വളരെ സന്തോഷനായി. അപ്പോഴെന്താണ്? ആ ഊണ് തന്ന വെയിറ്റർക്ക് മനസ്സിലായി ഇദ്ദേഹം ആ കഴിഞ്ഞ സ്റ്റേഷനിൽ കാത്തിരിക്കുന്നു എന്ന്. അദ്ദേഹത്തിന് അതറിഞ്ഞത് വളരെ സന്തോഷനായി. എൻ്റെ സാധനങ്ങളോടൊപ്പം കൽക്കട്ടയിലേക്ക് പോകുന്ന വണ്ടിയിൽ കയറി വന്നിരിക്കുകയാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ സാധനങ്ങളും എല്ലാം എടുത്ത് കൽക്കട്ടയിലേക്ക് പോകുന്ന വണ്ടിയിൽ കയറി വന്നിരിക്കുകയാണ്. എല്ലാ സാധനങ്ങളും തിരിച്ചു കിട്ടി. അങ്ങനെ എല്ലാ സാധനങ്ങളും അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി. ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് അദ്ദേഹം കരുതിയിരുന്ന സാധനങ്ങളെല്ലാം ഈശ്വര കൃപയാൽ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ആരാണത്? ആ ട്രെയിൻ നഷ്ടപ്പെട്ടു എന്ന് കരുതിയപ്പോഴെന്ന് മനസ്സിലായപ്പോഴേ ആ വെയിറ്ററാണ് അതെല്ലാം എടുത്ത് സൂക്ഷിച്ച് വച്ചിരുന്നു. അതെല്ലാം സൂക്ഷിച്ച് വെച്ചിരുന്നിട്ട് തിരികെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അല്ലേ? നല്ല മനുഷ്യനല്ലേ? ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ ആയിരുന്നെങ്കിലോടോ അതിനകത്തുള്ള പൈസയും എടുത്ത് ആ ബാഗും എടുത്ത് കളഞ്ഞു. ഈ പൈസ എടുത്തിട്ട് ബാഗ് മാത്രം തിരിച്ചു കൊടുത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നതിനെ ആളുകളല്ലേ? നല്ല മനുഷ്യർ ഇവരെന്തൊക്കെയാണെങ്കിലും, എന്താണ് വെയിറ്റർ ആണെങ്കിലും ടാക്സി ഡ്രൈവർ ആണെങ്കിലും എല്ലാം നല്ല മനസ്സും നന്മയുള്ള ആളുകൾ. നോക്കിയേ മക്കളെ, എൻ്റെ സാധനങ്ങളോടൊപ്പം കൽക്കട്ടയിലേക്ക് പോകുന്ന വണ്ടിയിൽ കയറി വന്നിരിക്കുകയാണ്. എല്ലാ സാധനങ്ങളും തിരിച്ചു കിട്ടി. എനിക്കങ്ങനെ എല്ലാ സാധനങ്ങളും തിരിച്ചു കിട്ടി. നോക്കിയേ, ഒന്നുകൂടി നോക്കിയേ ആ ഒരു പാരഗ്രാഫ്. അവസാനം വണ്ടി വന്നു. ഒരാളെൻ്റെ സാധനങ്ങളെല്ലാം വണ്ടിയുടെ പുറത്ത് ഭദ്രമായി എടുത്തു വയ്ക്കുന്നു. എന്തൊരത്ഭുതം! എനിക്ക് ഊണ് തന്ന വെയിറ്ററാണ്. നിധി കാക്കുന്ന ഭൂതത്തെ പോലെ എനിക്ക് തീവണ്ടിയെ നഷ്ടപ്പെട്ടത് മനസ്സിലാക്കി അയാളെൻ്റെ കിടക്കയും സാധനങ്ങളും സൂക്ഷിച്ച് ആ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുമ്പോഴാണ് ഗാർഡ് ആ നിർദ്ദേശവുമായി ചെല്ലുന്നത്. അപ്പോൾ എനിക്ക് ഊണ് തന്ന വെയിറ്റർ ഞാൻ അടുത്ത സ്റ്റേഷനിൽ കാത്തിരിക്കുന്ന വിവരം അറിഞ്ഞ് സന്തുഷ്ടനായി. എൻ്റെ സാധനങ്ങളോടൊപ്പം കൽക്കട്ടയിലേക്ക് പോകുന്ന വണ്ടിയിൽ കയറി വന്നിരിക്കുകയാണ്. എല്ലാ സാധനങ്ങളും തിരിച്ചു കിട്ടി. ആ വെയിറ്റർക്ക് 100 രൂപ സമ്മാനമായി കൊടുത്തു. എന്നാൽ വാരണാസിയിൽ നിന്നും വന്ന ആ വെയിറ്റർ സ്നേഹത്തോടെ അത് നിരസിച്ചു. അപ്പോഴെന്താണ്? ഇതെല്ലാം കാത്തു സൂക്ഷിച്ച് തിരിച്ചു കൊണ്ടുതന്ന സന്തോഷത്തിൽ അദ്ദേഹം ഒരു 100 രൂപ ആ വെയിറ്റർക്ക് സമ്മാനമായിട്ട് കൊടുത്തു. ഒരു സന്തോഷത്തിന് കൊടുത്തു. പക്ഷേ എന്താണ്? ആ വാരണാസിയിൽ നിന്ന് വന്ന വെയിറ്റർ സ്നേഹത്തോടെ അത് നിരസിച്ചു. ആ വാരണാസിയിൽ നിന്ന് വന്ന ആ ഒരു വെയിറ്റർ ആ സ്നേഹപൂർവ്വം അത് നിരസിച്ചു. വാരണാസിയിലേക്കുള്ള ടിക്കറ്റ് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണ്? വാരണാസിയിലേക്കുള്ള ടിക്കറ്റ് തിരിച്ചു പോകണ്ടേ? വാരണാസിയിലേക്കുള്ള ടിക്കറ്റ് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു. അയാൾക്കത് ആവശ്യമില്ല, പാസ്സുണ്ട്. അപ്പോഴെന്താണ്? ഇവർക്ക് എല്ലാവർക്കും ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കണ്ട, ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യേണ്ട കാര്യമില്ല. ഇവർക്ക് എന്താണ്? അവിടുത്തെ ജോലിക്കാരായതുകൊണ്ട്, ട്രെയിനകത്ത് ആഹാരം വിതരണം ചെയ്യുന്ന ജോലിക്കാരായതുകൊണ്ടും അവർക്ക് പാസ്സുണ്ട്. അതുകൊണ്ട് അവർക്ക് ടിക്കറ്റ് എടുത്ത് പോകേണ്ട കാര്യമില്ല. അവസാനം ഊണിൻ്റെ 4 രൂപയും എൻ്റെ സന്തോഷത്തിനായി 10 രൂപയും വാങ്ങി സാധനം കൊണ്ടുവന്ന് വണ്ടിയിൽ തന്നെ വെയിറ്റ് വാരണാസിയിലേക്ക് മടങ്ങി. അപ്പോഴെന്താണ്? ആ ഒരു വാരണാസിയിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ നല്ല മനുഷ്യനായിട്ടുള്ള വെയിറ്റർക്ക്
വേണ്ടായിരുന്നു, അദ്ദേഹം പാസ്സുണ്ട്. പിന്നെന്താണ് അവസാനം ഊണിൻ്റെ 4 രൂപ. ആദ്യമേ പറഞ്ഞല്ലോ ഊണിന് എത്ര രൂപയാണ്? 4 രൂപ. ഊണിൻ്റെ 4 രൂപയും എൻ്റെ സന്തോഷത്തിനായി 10 രൂപയും വാങ്ങി. ആ ഒരു 100 രൂപ കൊടുത്തിട്ട് ആ പാവപ്പെട്ടവൻ അത് സ്വീകരിച്ചില്ല. പകരം ഒരുപാട് നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴെന്താണ്, എന്നാൽ പിന്നെ സാറേ ഒരു 10 രൂപ മാത്രം തന്നാൽ മതി, എനിക്ക് അതിൽ കൂടുതൽ വേണ്ട. അങ്ങനെ ഒരു സന്തോഷത്തിനായി ഒരു 10 രൂപയും വാങ്ങി സാധനം കൊണ്ടുവന്ന വണ്ടിയിൽ തന്നെ വെയിറ്റർ വാരണാസിയിലേക്ക് മടങ്ങി. എന്നിട്ട് എന്താണ്, ആ കൊണ്ടുവന്ന വണ്ടിയിൽ തന്നെ അതിൽ തന്നെ എന്താണ് ആ വെയിറ്റർ തിരിച്ചു പോയി കഴിഞ്ഞു അല്ലേ. അപ്പോഴെന്താണ്, അതൊരു വളരെ എന്താണ് അങ്ങനെ പറയുന്നത്, മരുഭൂമിയിൽ പെയ്ത മഴയെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത്രത്തോളം കുളിരണിയിച്ച ഒരു സംഭവമായിരുന്നു അല്ലേ. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി വിഷമിച്ച് ഇരിക്കുന്ന ഒരു സമയത്ത് എല്ലാം തിരിച്ചു കിട്ടിയിരിക്കുന്നു, ഒന്നും നഷ്ടപ്പെടാതെ തന്നെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. എന്നാലും ഒരു മനുഷ്യൻ്റെ വന്ന് ആലോചിച്ചൊക്കെ ഒരു 4-5 മണിക്കൂറല്ലേ എന്ത് കിടന്ന് ടെൻഷൻ അടിച്ചാണ്. നമ്മളൊക്കെ ആയിരുന്നെങ്കിലോടോ എന്തായാലേ, നിങ്ങളതീ പറഞ്ഞ പോട്ടെ, പോകാമെങ്കിൽ പോട്ടെ, നമുക്ക് വേറെ വീട്ടിൽ നിന്ന് തരുമെന്ന് പറഞ്ഞേനെ. പക്ഷെ എങ്ങനെയാണോ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ഒരു നിമിഷം അല്ലേ. എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, എന്താണ് ഹൃദയത്തോട് ചേർത്ത് വായിക്കണം അല്ലേ. അദ്ദേഹത്തിനോട് മനസ്സിനോട് നിങ്ങളൊന്ന് ആഴത്തിൽ ഇറങ്ങി ചെന്നേ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ അന്നേരം എന്തായിരിക്കും. ആ നഷ്ടപ്പെട്ടു പോയപ്പോഴുള്ള മാനസികാവസ്ഥയും, ആ ടാക്സി പിടിക്കാൻ പോയപ്പോഴുള്ള മാനസികാവസ്ഥയും, ആ ടാക്സിക്കാരൻ്റെ സംഭാഷണവും, തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുമ്പോൾ ഉള്ള ഒരവസ്ഥയും ഒന്ന് ആലോചിച്ചേ. മനസ്സൊന്ന് കണ്ണടച്ച് വെച്ചിട്ട് ഒന്ന് ആലോചിച്ചേ നിങ്ങൾ. അതുപോലെ തന്നെ ഇതെല്ലാം തിരിച്ച് കിട്ടിയപ്പോൾ അതുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്തോഷം ഉണ്ടോ? വളരെയല്ലേ നമുക്കിങ്ങനെ ഹൃദയത്തിൽ തൊട്ട് വായിക്കുന്ന ഒരു അവസ്ഥ കിട്ടുമെന്ന് നമുക്ക്. നോക്കേ മക്കളെ, ബാക്കി നോക്കിക്കേ. ഞാൻ ആ വെയിറ്റർക്ക് 100 രൂപ സമ്മാനമായി കൊടുത്തു. അദ്ദേഹം എന്താണ് അത് നിരസിച്ചിട്ട് എന്താണ് സന്തോഷത്തിന് ഒരു 10 രൂപയും വാങ്ങി വാരണാസിയിലേക്ക് മടങ്ങി. ബാക്കി നോക്കിക്കേ മക്കളെ. ഇതിനിടയ്ക്ക് എൻ്റെ ഡ്രൈവർ രാം ഗോപാൽ മിശ്ര, എന്താണ് ആ ഡ്രൈവറുടെ പേര് പറയുന്നത്? രാം ഗോപാൽ മിശ്ര, ഡൽഹിയിലേക്ക് പോകുന്ന അടുത്ത വണ്ടി രാത്രി 9:30 മണിക്കാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോഴെന്താണ്, ഇദ്ദേഹത്തിന് കൂടെ ഡ്രൈവർ ഉണ്ടല്ലോ, അവിടുന്ന് ടാക്സിയിൽ വന്ന ഡ്രൈവർ. ആ ഡ്രൈവർ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു, അടുത്ത വണ്ടി എപ്പോഴാണ്, രാത്രി 9:30 മണിക്കാണെന്ന് കണ്ടുപിടിച്ചു. അവിടെ ചെന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നു. അതിലെന്നെ ഭദ്രമായി കയറ്റി അയക്കാൻ സ്റ്റേഷൻ മാസ്റ്ററെ ചട്ടം കെട്ടി. എന്നിട്ട് എന്താണ്, ആ വണ്ടിയിൽ എന്നെ ഭദ്രമായിട്ട് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ആരോട് പറഞ്ഞു? സ്റ്റേഷൻ മാസ്റ്ററോട് ചട്ടം കെട്ടി. ആ സ്റ്റേഷനിൽ നിന്നും രാത്രി വണ്ടിക്ക് ഉത്തർപ്രദേശിലെ ഒരു മന്ത്രി ഡൽഹിയിലേക്ക് പോകേണ്ടതായിരുന്നു. എന്താണ്, അന്ന് രാത്രിയിൽ റിസർവ് ചെയ്തിരുന്നതാണ്. ആർക്കാണ്? ഉത്തർപ്രദേശിലെ ഒരു മന്ത്രിക്ക് ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സീറ്റ് റിസർവ് ചെയ്തിരുന്നതായിരുന്നു. മന്ത്രി യാത്ര ക്യാൻസൽ ചെയ്തു. മന്ത്രി ആ യാത്ര ക്യാൻസൽ ചെയ്തു. മന്ത്രിക്ക് വേണ്ടി റിസർവ് ചെയ്ത സീറ്റ് സ്റ്റേഷൻ മാസ്റ്റർ എനിക്ക് തന്നു. ആ മന്ത്രിക്ക് വേണ്ടിയിട്ട് മന്ത്രി റിസർവ് ചെയ്തിരുന്ന സീറ്റാണ് സ്റ്റേഷൻ മാസ്റ്റർ അദ്ദേഹത്തിന് കൊടുത്തത്. പണം തിരിച്ചു കിട്ടിയത് കൊണ്ട് ഞാൻ അതിൽ നിന്നും 500 രൂപ രാം ഗോപാൽ മിശ്രയ്ക്ക് കൊടുത്തത്. എന്താണ്, ആ വണ്ടി അത്രയും ദൂരം ഓടി വന്നില്ലേ, ഏകദേശം 2 മണിക്കൂർ ഓടി വന്നില്ലേ. അപ്പോഴെന്താണ്, ആ വണ്ടി എന്താണ് ബാഗെല്ലാം പണവും എല്ലാം തിരിച്ച് കിട്ടിയത് കൊണ്ട് ഞാൻ അതിൽ നിന്നും 500 രൂപ രാം ഗോപാൽ മിശ്രയ്ക്ക് കൊടുത്തു. അയാൾ ഒരു ചെറിയ കുട്ടിയെ പോലെ കരഞ്ഞുകൊണ്ട് 300 രൂപ തിരിച്ചു തന്നിട്ട് പറഞ്ഞു, ഒരു മഹാത്മാവിനെ കുറച്ചു നേരത്തേക്ക് സേവിക്കാൻ ദൈവം എനിക്ക് അനുഗ്രഹം തന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? 500 രൂപ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് അതിൽ നിന്ന് 300 രൂപ അദ്ദേഹം തിരിച്ചു കൊടുത്തു. അദ്ദേഹം അതിന് 200 രൂപ മാത്രമേ അതിൽ നിന്ന് എടുത്തുള്ളൂ. എന്നിട്ട് എന്താണ് പറഞ്ഞത്? ഒരു മഹാത്മാവിനെ കുറച്ചു നേരത്തേക്ക് സേവിക്കാൻ ദൈവം എനിക്ക് അനുഗ്രഹം തന്നു. ഞാൻ അങ്ങയുടെ ചെറുമകനാണ്, എന്നെ പരീക്ഷിക്കരുത്. അങ്ങയ്ക്ക് വേണ്ടി 200 രൂപ ഞാൻ എടുത്തുകൊള്ളാം. എന്നെ ഒരു ചെറുമകനെ പോലെ കാണണം. അങ്ങയുടെ ഒരു ചെറുമകനാണ് ഞാൻ. എന്താണ്, അങ്ങനെ പരീക്ഷിക്കരുത്. അങ്ങയ്ക്ക് വേണ്ടി, അങ്ങയുടെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാനൊരു 200 രൂപ എടുത്തുകൊള്ളാം. ബാക്കി 300 രൂപ എൻ്റെ മടിയിൽ വെച്ച് പാദ നമസ്കാരം ചെയ്തു. കഷ്ടം. ബാക്കി ആ 300 രൂപ അദ്ദേഹത്തിൻ്റെ മടിയിൽ വെച്ച് കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. കണ്ടോ, ആളുകളുടെ ബഹുമാനമൊക്കെ കണ്ടോടോ എങ്ങനെയാണെന്ന്. പാദ നമസ്കാരം ചെയ്തു.
ഡ്രൈവർ രാംഗോപാൽ മിശ്ര തന്നെയാണ് എനിക്ക് വേണ്ടി പോകേണ്ട ബർത്തിൽ കിടക്കയും വിരിച്ചു തന്നത്. കഷ്ടം, ആ ട്രെയിൻ വരുന്നവർ അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയും ആ ട്രെയിൻ വന്നപ്പോൾ രാത്രിയല്ലേ, അദ്ദേഹത്തിനുള്ള കിടക്ക ആ ബർത്തിൽ വിരിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്തത് ആരാണ്? ഈ രാംഗോപാൽ മിശ്രയാണ്. കമ്പാർട്ട്മെന്റിൽ നിന്നും അയാൾ ഇറങ്ങി പുറത്തു നിൽക്കുമ്പോൾ വണ്ടി ചൂളം പിടിച്ച് ഡൽഹിയെ ലക്ഷ്യമാക്കി സ്റ്റേഷൻ വിട്ടു. രാംഗോപാൽ ഇരുളിൽ മറഞ്ഞുപോയി. എന്നാൽ ഇന്നും പ്രകാശത്തോടെ അയാൾ എൻ്റെ മനസ്സിൽ ജീവിക്കുന്നു. അപ്പോഴെന്താണ്, ആ ട്രെയിനകത്ത് അദ്ദേഹത്തിന് കിടക്കാനുള്ള കിടക്കയും എല്ലാം വിരിച്ചു കൊടുത്തിട്ട് രാംഗോപാൽ മിശ്ര ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴെന്താണ്, ആ വണ്ടി പോകാനുള്ള സമയമായി. വണ്ടി ചൂളം വിളിച്ച് ഡൽഹിയെ ലക്ഷ്യമാക്കി സ്റ്റേഷൻ വിട്ടു. രാംഗോപാൽ ഇരുളിൽ മറഞ്ഞുപോയി. രാംഗോപാൽ എന്താണ്, ഇരുട്ടിൽ മറഞ്ഞുപോയി. എന്നാൽ ഇന്നും പ്രകാശത്തോടെ അയാൾ എൻ്റെ മനസ്സിൽ ജീവിക്കുന്നു. അന്നേരം ആ ട്രെയിൻ വിട്ടുപോയപ്പോൾ അദ്ദേഹം ഇരുട്ടിൽ മറഞ്ഞു പോയെങ്കിലും ഇന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രകാശത്തോടെ രാംഗോപാൽ മിശ്ര ജീവിക്കുന്നു. അപ്പോഴെന്താണ് അദ്ദേഹം കണ്ടെത്തിയ രണ്ട് വണ്ടിക്കാർ, രണ്ട് ടാക്സിക്കാർ, അവരുടെ ഒരു അവസ്ഥ കണ്ടില്ലേ? ആ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രതീകം എന്താണ്? ഒരാളാണെങ്കിൽ തന്നെ എന്താണ്, ഒരു കലാപത്തിൽ ജ്യേഷ്ഠനും അച്ഛനും നഷ്ടപ്പെട്ട ഒരാൾ എന്താണ്, അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. മറ്റൊരു വിവാഹം പോലും കഴിക്കാതെ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. എന്താണ്, അമ്മയുടെ സ്നേഹം പങ്കിട്ട് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട്, അമ്മയുടെ സന്തോഷം കുറഞ്ഞു പോകരുതെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് അദ്ദേഹം മറ്റൊരു വിവാഹം പോലും കഴിക്കാതെ അമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. എന്തും അധ്വാനിക്കാനുള്ള ഒരു കഴിവ്, മനുഷ്യൻ്റെ ആ ഒരു എന്താണ്, ചങ്കുറപ്പ് എന്നാണ്. എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ നമ്മുടെ ബോംബെയിൽ എത്തിക്കഴിഞ്ഞപ്പോഴും എന്താണ്, അദ്ദേഹത്തിന് എന്തും ചെയ്യാനുള്ള മനസ്സിൻ്റെ ആ ഒരു ചങ്കുറപ്പും അദ്ദേഹത്തിൻ്റെ കൈകളുടെ ബലവുമായിരുന്നു ഉള്ളത്. എന്തൊക്കെ നേടി അദ്ദേഹം? 10 വർഷം കൊണ്ടൊരു ഫ്ലാറ്റ് നേടി, 3-4 ടാക്സി കാറുകൾ അദ്ദേഹം സ്വന്തമായി നേടിക്കഴിഞ്ഞു അല്ലേ. എന്നിട്ട് എന്താണ്, നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമ, MA ഫിലോസഫിക്ക് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയാണ്. എന്നിട്ട് എന്താണ്, ജർമ്മൻ തത്വചിന്തകൻ്റെ നൈനിക തത്വങ്ങളെക്കുറിച്ചുള്ള ഉദ്ധരണികൾ തെറ്റാതെ അദ്ദേഹം പറയുന്നുണ്ട്. അത്രയ്ക്കും വിദ്യാഭ്യാസമുണ്ട ഒരാളായിരുന്നിട്ട് പോലും എന്താണ്, ഏത് ജോലിയും ചെയ്യാനുള്ള ഒരു ചങ്കുറപ്പുണ്ടല്ലോ, അതാണ് മക്കളെ ഏറ്റവും വലുത്. ഇപ്പം നിങ്ങളാണെങ്കിൽ തന്നെ, നിങ്ങളിപ്പം പഠിച്ചു കഴിഞ്ഞ് വലിയ കുട്ടികളായി പോകുമ്പോൾ തന്നെ എന്താണ്, വലിയ എഡ്യൂക്കേഷനും കാര്യങ്ങളും എല്ലാം നേടുമ്പോഴും നമുക്ക് ഏത് ജോലി ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അതാണ് നമ്മളെ വലിയവരാക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ എന്താണ്, ഞാൻ അത് കഴിഞ്ഞാണ്, ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞാണ്, ഞാൻ ആ ജോലിക്ക് പോകത്തില്ല, ആ വരുമാനം എനിക്ക് പോരാന്നൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ലേ? അതൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തോ, ഏത് ജോലി ചെയ്യാനുമുള്ളൊരു നമ്മളുടെ മനസ്സിനൊരിതുണ്ട്. പിന്നെന്താണ്, നമുക്കെന്താണ്, ചെയ്യുന്ന ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു നല്ല വശമുണ്ട്. ഏത് ജോലി ചെയ്യുമ്പോഴാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള നല്ല വശമുണ്ട്. അപ്പോൾ നിങ്ങൾ ഭാവിയിൽ ഏത് ജോലി കിട്ടുമ്പോഴും നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം കാര്യങ്ങൾ ചിന്തിച്ച് കൈകാര്യം ചെയ്യുക കേട്ടോ. എപ്പോഴും ശുഭപ്രതീക്ഷ നിലനിർത്തുക ജീവിതത്തിൽ എല്ലാ കുട്ടികളും. പിന്നെ നമ്മൾ രണ്ടാമത് കണ്ടുപിടിച്ച ആളാണ്, പരിചയപ്പെട്ട ആളാണ്. അദ്ദേഹം എന്താണ്, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ആ യതിയുടെ കൂടെ എല്ലാം പിന്തുണയുമായിട്ട് കൂടെ നിന്നതല്ലേ ആ ഡ്രൈവർ അല്ലേ. അടുത്ത റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടെത്തിച്ചു. അവിടെ വിഷമിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് കോഫി വാങ്ങിച്ചു കൊടുത്തു. വീണ്ടും അടുത്ത് വന്നിരിക്കുകയാണ്. 2 മണിക്കൂർ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നു. അതെല്ലാ സാധനങ്ങളും തിരിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് രാത്രി വണ്ടിക്ക് വേണ്ടി ട്രെയിൻ സീറ്റ് റിസർവ് ചെയ്തത് അദ്ദേഹം കണ്ടെത്തി കൊടുത്തു. എന്നിട്ട് എന്താണ്, കിടക്കാനുള്ള കിടക്ക വരെ വിരിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടാണ്, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കൊടുത്ത വാഹനത്തിൻ്റെ വാടക പോലും മൊത്തം വാങ്ങില്ല, ആകെ 200 രൂപ എടുത്തുള്ളൂ അല്ലേ. നല്ല മനുഷ്യരായിട്ടുള്ള 2 വ്യക്തികളെയല്ലേ അദ്ദേഹം കണ്ടെത്തിയത് അല്ലേ. നമ്മളും ജീവിതത്തിൽ ഇതേപോലെ മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്നവരായിരിക്കണം കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് 2 ഹോംവർക്ക് തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ ഒരു ഹോംവർക്ക് എഴുതിയിടട്ടെ മക്കളെ. ബുക്കിനകത്ത് എഴുതിയിടണേ. എന്താണ്, ലോകം തന്നെ തവിടുപൊടിയായി പോയെന്നാണ്. ലോകം തന്നെ തവിടുപൊടിയായി
കേട്ടപ്പോൾ എന്താണ് ഈ വാക്കുകൾ കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? നിസ്സഹായതയുടെ ആഴത്തിലേക്ക് വീഴുന്നത് പോലെ തോന്നി. വീഴുന്നത് പോലെ തോന്നി. ഏത് വാക്കുകൾ? സന്ദർഭം എഴുതുക. ഏത് വാക്കുകൾ? സന്ദർഭം എഴുതുക കേട്ടോ. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ലോകം തന്നെ തവിടുപൊടിയായി പോയെന്ന് തോന്നിയത് എപ്പോഴാണ് തോന്നിയത്? നിങ്ങൾക്കറിയാം ആ സന്ദർഭം. അപ്പം നമ്മളുടെ ബുക്കിൻ്റെ ഒരു പേജ്, നമ്മളുടെ ബുക്കിൻ്റെ നല്ല ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു എക്സാം പേപ്പർ ഇല്ലേ, അതിൻ്റെ ഏകദേശം ഒരു പേജോളം തന്നെ നിങ്ങൾ അതിൻ്റെ ഉത്തരം എഴുതണം. രണ്ടാമത്, ഈ വാക്കുകൾ കേട്ടപ്പോൾ നിസ്സഹായതയുടെ ആഴത്തിലേക്ക് വീഴുന്നത് പോലെ തോന്നി. ഏത് വാക്കുകൾ? സന്ദർഭം എഴുതുക. ഈ രണ്ടെണ്ണം നിങ്ങൾ എഴുതിയിട്ട് എല്ലാ കുട്ടികളും എനിക്ക് വാട്സപ്പിൽ അതിൻ്റെ ആൻസർ സെൻഡ് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ, ഇനി നോക്കിക്കേ, നോട്ട്സ് ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് എല്ലാവരും പഠിക്കണം കേട്ടോ. അർത്ഥം: അഭിജാതൻ, വിദ്വത്വമുള്ളവൻ, കുലീനൻ, അർപ്പണം, ആദരവോടെ, ഉദ്യോഗം, ആകാംക്ഷ, ഐച്ഛികം, ആഗ്രഹത്തിനൊത്ത, ദാർഢ്യം, ഉറപ്പ്, പതികർ, വഴിയാത്രക്കാർ, സേവനം, സേവിക്കൽ, ശുദ്ധം, നിർമ്മലം, ഉദ്ധരിക്കുക, എടുത്തു ചേർക്കുക, പദവി, സ്ഥാനം, നിവേദനം, അറിയിപ്പ്, ജീവച്ഛവം, മൃതതുല്യം, മൃതദേഹമാണ് മൃതതുല്യം, നിർദ്ദിഷ്ടം, നിർദ്ദേശിക്കപ്പെട്ട. നാനാർത്ഥം നോക്കിയേ, മേധാവി എന്നുള്ളതിൻ്റെ നാനാർത്ഥം നോക്കിയേ, മേലധികാരി എന്നുണ്ട്. അല്ലെങ്കിൽ മേധാവിക്ക് നമ്മൾ തത്ത എന്നുള്ളതും അർത്ഥമായിട്ട് നമ്മൾ ഉപയോഗിക്കും. കോട്ടം, കുറ്റം, ദുഃഖം, സേവനം, സേവിക്കൽ, സേവനം നമ്മൾ ഇരുട്ടെന്നും സേവനം എന്ന് പറയും. താമസം, താമസിക്കുക ഇല്ലെങ്കിൽ ഇരുട്ട്. ശുദ്ധം, നിർമ്മലം, കുരുമുളക്. കർത്താവ് എന്താണ്? ചെയ്യുന്ന ആൾ, ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളാണ് കർത്താവ്. അല്ലെങ്കിൽ യേശു എന്നുണ്ട്. യേശു നമുക്ക് കർത്താവ് എന്ന് പറയത്തില്ലേ. ഉദ്ധരിക്കുക എന്ന് വെച്ചാൽ എടുത്തു ചേർക്കുക അല്ലെങ്കിൽ മോചിപ്പിക്കുക, ഉദ്ധരിക്കുക. അടുത്തത് ഉചിതം, യോജിച്ച അല്ലെങ്കിൽ നന്ദി. ശേഖരം, കൂട്ടം, നെറ്റിപ്പട്ടം. വിലാസം നോക്കിക്കുക, മേൽവിലാസം, മഹാത്മ്യം. വിഭവം, സാധന സാമഗ്രി. വിഭവങ്ങൾ, സാധന സാമഗ്രി നമ്മൾ പറയത്തില്ലേ. സമ്പത്ത്, ഊണ്, ഭക്ഷണം, സദ്യ. ചില്ലറ, ചുരുക്കമായ നാണയം. നിധി, നിക്ഷേപം, സ്വർണം. മടി, മടിത്തട്ട്, ആലസ്യം. ഗ്രന്ഥം, പുസ്തകം, ധനം. വില, മൂല്യം, മതിപ്പ്. നാനാർത്ഥമുണ്ട്. പിന്നെ പര്യായപദങ്ങൾ നമുക്ക് എളുപ്പമായിട്ടുള്ള കുറച്ച് നോട്ട്സേ ഉള്ളൂ ഇതിനകത്ത്. യാത്ര, ഗമനം, സഞ്ചാരം. ഗ്രന്ഥം, പുസ്തകം, കൃതി. തൃപ്തി, സാഹിത്യം, തർപ്പണം. മടി, ആലസ്യം. പ്രമീള, പ്രമീള നമ്മൾ പേര് കേൾക്കത്തില്ലേ. ആ പ്രമീള എന്നുള്ളതിൻ്റെ അർത്ഥമാണ് മടി, മടിച്ചീന്ന ആളാട്ടോ. വിദ്യാർത്ഥി, പഠിതാവ്, അധേതാവ്. ധനികൻ, ധനവാൻ, ധനി. സഹോദരൻ, ഭ്രാതാവ്, സഹജൻ, സഹജാതൻ, സഹജൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആപത്ത്, അപകടം. വിപത്ത്, സുഹൃത്ത്, കൂട്ടുകാരൻ, ചങ്ങാതി. ചിന്ത, വിചാരം. അധ്യാനം, സ്നേഹം, ഇഷ്ടം, മമത. വിവാഹം, കല്യാണം, പരിണയം. പെട്ടി, പേടകം, പെട്ടകം. പരിചര്യ, ശുശ്രൂഷ. വരിവസ്യ, പാത്രം, ഭാജനം, ചഷകം. താക്കോൽ, ചാവി, കുഞ്ചി.
പാവം, സാധു, നിസ്വൻ, സംശയം, സന്ദേഹം, ശങ്ക, അവസാനം, അന്ത്യം, വിരാമം, നിധി, നിക്ഷേപം, ശേവതി. ശേവതിയൊക്കെ പുതിയ വാക്കുകളാണ്. പിന്നെ നോക്കിക്കേ, വിപരീതമെന്ന് മക്കളെ, ഉചിതം, അനുചിതം, ഐച്ഛികം, അനൈച്ഛികം, ശുദ്ധം, അശുദ്ധം, സമൃദ്ധം, ദാരിദ്ര്യം, അത്താഴം, ഉത്താഴം, ദൃഢം, ശിഥിലം, ദാർഢ്യം, ശൈഥില്യം, സൗമ്യം, ഉദ്ധതൻ, തൃപ്തി, അതൃപ്തി, ആപത്ത്, സമ്പത്ത്. ആപത്ത് കാലത്തും സമ്പത്ത് കാലമല്ലേ. ഉത്തമം, അധമം, സുന്ദരം, വിരൂപം, സൗന്ദര്യം, വൈരൂപ്യം, സ്നേഹം, ദ്വേഷം, ആഭിജാതൻ, അനാഭിജാതൻ, അർത്ഥം, അനർത്ഥം, ദീർഘം, ഹ്രസ്വം, അധികം, ന്യൂനം, ആദരം, അനാദരം. കുറച്ചേ ഉള്ളൂ മക്കളെ, നമ്മൾ ബാക്കി പാഠത്തിനുള്ള നോട്ട്സൊന്നും ഇതിലില്ല. അർത്ഥവ്യത്യാസം നോക്കിക്കേ. ഉദ്ദേശം, ഏകദേശം. ഉദ്ദേശം, ലക്ഷ്യം. സകലമെല്ലാം, ശകലം, അംശം. ചൂളം, വായ കൊണ്ട് പുറപ്പെടുവിക്കുന്ന ശബ്ദം. നമ്മൾ ചൂളം അടിക്കത്തില്ലേ? ചൂതം, മാവ്. വിവാഹം, കല്യാണം. വിവാദം, തർക്കം. ശിഖരം, ശാഖ. ശേഖരം, കൂട്ടം. പരിചരിക്കുക, ശുശ്രൂഷിക്കുക. പരിഭവിക്കുക, പിണങ്ങുക. തുണ, സഹായം. തുണി, വസ്ത്രം. രോദനം, കരച്ചിൽ. ഓദനം, ഭക്ഷണം. പണം, ധനം. പിണം, ശവം. എതിർലിംഗങ്ങൾ നോക്കിയേ. വിദ്യാർത്ഥി, വിദ്യാർത്ഥിനി. ഗവേഷകൻ, ഗവേഷക. ചിന്തകൻ, ചിന്തക. പുരുഷൻ, സ്ത്രീ. സുന്ദരൻ, സുന്ദരി. ദാർശനികൻ, ദാർശനികത. ദാർശനിക. വിവാഹിതൻ, വിവാഹിത. സ്നേഹശാലി, സ്നേഹശാലിനി. കർത്താവ്, കർത്തൃ. സ്നേഹിതൻ, സ്നേഹിത. മഹാൻ, മഹതി. മേധാവി, മേധാവിനി. ഭക്ത, ഭക്തൻ. സന്തുഷ്ടൻ, സന്തുഷ്ട. നോക്കിയേ, പിരിച്ചെഴുതി സന്ധി നിർണ്ണയിക്കുക. പുസ്തകങ്ങൾ, പുസ്തകം പ്ലസ് കൾ, അതാണ് ആദേശസന്ധിയാണ്. ഇങ്ങനെയുള്ള, ഇങ്ങനെ അധികം ഉള്ള, ആഗമസന്ധി. അതിലൊരാൾ, അതില് പ്ലസ് ഒരാൾ, ലോപസന്ധി. താമസമുണ്ട്, താമസം അധികം ഉണ്ട്, ആദേശസന്ധി. എന്നറിയാൻ, എന്ന് അധികം അറിയാൻ, ലോപസന്ധി. അക്കാലം, ആ അധികം കാലം, ദ്വിത്വസന്ധി. അയാളുടെ, അയാൾ പ്ലസ് ഉടെ, ആദേശസന്ധിയാണ്. ഓർമ്മയിൽ, ഓർമ്മ പ്ലസ് ഇൽ, ആഗമസന്ധി. വിഗ്രഹിച്ച സമാസം നിർണ്ണയിക്കുക. കോളേജ് വിദ്യാർത്ഥികൾ, കോളേജിലെ വിദ്യാർത്ഥികൾ, അത് ആധാരിക, തത്പുരുഷൻ. വിനോദസഞ്ചാരം, വിനോദത്തിനുള്ള സഞ്ചാരം, ഉദ്ദേശിക്കുക, തത്പുരുഷൻ. വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികളായ സുഹൃത്തുക്കൾ. അത് ഇപ്പുറത്തെ പേരിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട് മക്കളേത്. കർമ്മധാരയൻ. മില്ലുടമ, മില്ലിൻ്റെ ഉടമ, സംബന്ധികൾ. സമുചിതം, ഉചിതമായത്. വിഭവസമൃദ്ധം, വിഭവത്താൽ സമൃദ്ധം. പ്രയോജിക. ജീവകാലം, ജീവനുള്ളിടത്തോ ജീവനുള്ള കാലം. സംയോജികയാണ്. തീവണ്ടി, തീ കൊണ്ടോടുന്ന വണ്ടി. മധ്യമുഖത്ത് ലോറി. പിന്നെ അങ്കിവാക്യം, അംഗവാക്യം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. പിന്നെ പ്രയോഗം മാറ്റുകയുണ്ട്. പിന്നെ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്നുള്ളത്. എന്നുവെച്ചാൽ ഇത്രയും അർത്ഥവ്യത്യാസം വരെ നിഷേധവാക്യമാക്കുക. ഇത്രയും ഞാൻ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ 9ാം ക്ലാസ്സായി, അടുത്ത പ്രാവശ്യം 10ാം ക്ലാസ്സാണ്. ഈ മോഡൽ ക്വസ്റ്റ്യൻസൊക്കെയാണ് എക്സാമിന് ചോദിക്കുന്നത് കേട്ടോ. അതുകൊണ്ടൊന്ന് പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ നമ്മൾ ഈ രീതിയിൽ തന്നെ പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് നന്നായിട്ട് എല്ലാവരും നീറ്റായിട്ട് എഴുതിയെടുത്ത് നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസറൊക്കെ 2-3 എണ്ണേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ, ശകലേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കണം എല്ലാവരും കേട്ടോ. അപ്പോൾ നോട്ട്സ് എല്ലാം നന്നായിട്ട് എഴുതി സൂക്ഷിക്കണം, എഴുതി പഠിക്കണം, നന്നായിട്ട് വായിക്കണം. ഒരുപാട് വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരുപാട് എഴുതാൻ പറ്റുള്ളൂ. ഞാൻ ദാ ഈ പാഠത്തിൽ നിന്ന് 3 ചോദ്യോത്തരമേ തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് 2 ഹോംവർക്കും തന്നിട്ടുണ്ട്. അതുകൂടാതെ ഏത് ചോദ്യം ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എഴുതാൻ വേണ്ടി നിങ്ങൾ റെഡി ആയിരിക്കണം. അതുകൊണ്ട് നന്നായിട്ട് വായിച്ച് പഠിക്കുക. നന്നായിട്ട് വായിച്ചാൽ മാത്രമേ നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ, നന്നായിട്ട് എഴുതാനും പറ്റുള്ളൂ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.